അസ്സലാമലൈക്കും. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. എല്ലാവരും പോലെ ഒരു യൂട്യൂബ് ചാനൽ നമ്മളും തുടങ്ങി. എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഒരു കുക്കിംഗ് ചാനൽ. അത്യാവശ്യം റീച്ചൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ക്രമക്കേട് കൊണ്ട് തന്നെ അത് പോയതാണ്, അത് ഡിലീറ്റായി പോയതാണ്. പിന്നെ ഞാൻ വന്നു വെച്ചാൽ മലപ്പുറത്ത് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്താണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നല്ലോ. അപ്പോൾ ഞാനും കണ്ടു. ഇന്നലെ മെഞ്ഞാന്ന് ഇന്ന് എല്ലാം ഇതന്നെ. നമ്മളെപ്പോൾ നേരം കൊടുത്ത് എണീച്ച് ഞാൻ പിന്നെ ടി വി അങ്ങ് നോക്കുന്നില്ല, ഫോണ് യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതാ കാണാം. ഞാൻ പറയും, എന്തിനാ മക്കളെ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? വല്ലാത്തൊരു വിഷമം. എവിടെയോ ഉള്ള ഒരാൾ, എനിക്ക് നേരിൽ അറിയ പോലും ഇല്ല, പേഴ്സണലി അറിയ പോലും ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരു പെണ്ണല്ലേ, അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇത് വല്ലാത്തൊരു വിഷമം. ഈ 18 വയസ്സ് പിന്നെ ആകുമ്പോഴേക്ക് എന്തിനാ ഈ കാണോട്ടൊക്കെ ചെയ്തിടുന്നത്? അവർ തീരുമാനിക്കാനുള്ള ഒരു സമയം ഒരു പെണ്ണിന് കൊടുക്കണം. അപ്പോൾ അല്ലാതെ എനിക്കും ഉണ്ടൊരു മോള്, പിന്നെ ഓള് എന്തായാലും ഞാൻ എന്നോട് പറയും, ഒരിക്കലും 18, 19 ഈ ഒരു ലെവലിൽ വിവാഹം കഴിച്ച് വിടുകയില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് തീരുമാനിക്കാനുള്ള ഒരു പക്വത ഇല്ല. അപ്പോൾ ഇത് വിവാഹം ഒരു കുട്ടിക്കളി, ഒരു തമാശ, അതന്നെ. പിന്നെ ഒരു ചിന്തിക്കാനുള്ള ലെവലേശം പക്വത ആ ഒരു പ്രായത്തിൽ എന്തായാലും ഉണ്ടാവില്ല. എന്തിനാ 22, 23 വയസ്സായപ്പോഴും നമുക്ക് പിന്നെ ലൈഫ് എങ്ങനെ ഇതാക്കണം, മുമ്പോട്ട് കൊണ്ടുപോകണം, എന്താക്കണം, അങ്ങനെ ചിന്തിക്കാനുള്ളൊരു നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇനി എങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 18 വയസ്സ് കല്യാണം കഴിഞ്ഞ് 10-20 വയസ്സാകുമ്പോഴത്തേക്ക് 2-3 മക്കളായി. പിന്നെ എന്ത് ലൈഫ്? പിന്നെ എല്ലാ മക്കളും കുട്ടികളെല്ലാം നമുക്ക് വേണം. അതിൻ്റേതായ ഒരു സമയം, അതിൻ്റെ സമയക്കണക്കെല്ലാം ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ അവിടെയും 3 പെൺകുട്ടികൾ എൻ്റെ അവിടെ. അപ്പോൾ എൻ്റെ ഉമ്മാക്കും ഉണ്ടായിട്ടോ ഭയങ്കര ബേജാറ്. പിന്നെ ഞങ്ങൾക്ക് ഉപ്പയില്ല, അപ്പോൾ ആങ്ങളമാരും ഇല്ല. അപ്പോൾ ഭയങ്കര ബേജാറുണ്ട്. എൻ്റെ ഉമ്മ കൂലിപ്പണി എടുത്തിട്ടും പിന്നെ വീട്ടുപണിക്കെല്ലാം പോയിട്ട് തന്നെയാണ് നമ്മളെ കല്യാണം കഴിച്ചിട്ട്. ഭയങ്കര ബേജാറുണ്ടായി. എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയും തോറും ഒരാളെ കെട്ടിക്കണം, അടുത്ത ആളെ കെട്ടിക്കണം, പിറ്റത്തെ ആളെ കെട്ടിക്കണം. അപ്പോൾ ഭയങ്കര ടെൻഷനും പിന്നെ ബേജാറും വെക്കാളൊക്കെ ഉണ്ടായി. അപ്പോൾ വെച്ചാൽ അതുപോലെ എല്ലാ പിന്നെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കെല്ലാം ഉണ്ടാവും ബേജാറ്. ഇന്നലെ കണ്ട് സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ സൂയിസൈഡ്. ഓളെ ഫോട്ടോ കണ്ട് എന്ത് രസമുള്ളൊരു പെണ്ണ്, എന്തൊരു ഈ പറയാനേ പറ്റുന്നില്ല. ഞാൻ ആണുങ്ങളാണെങ്കിൽ എന്തായാലും അതിനുള്ളൊരു മറുപടി പറയും എൻ്റെ സ്ഥാനത്ത്. ഒരു പെണ്ണാണൊക്കെ വാക്കുകൾ പറയാൻ കഴിയുന്നില്ല. സൗന്ദര്യത്തിൻ്റെ പേരിലൊക്കെ കുറേ അനുഭവിച്ച് എന്താ പറയണ്ട, എല്ലാ പടിയും മുമ്പോട്ട് കിടന്ന് എല്ലാം താങ്ങി നിർത്തി എന്നിട്ട് അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ലൈഫിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പിന്നെ എനിക്കും 2 മക്കളുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോള് ജനിക്കുമ്പോൾ എനിക്കൊരു ബേജാറുണ്ടായി. പിന്നെ ഇനി രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ സൗന്ദര്യം ഇല്ലാണ്ടായിപ്പോൾ എനിക്ക് അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. സൗന്ദര്യം ഇല്ലാണ്ടൊരു കുട്ടി ആയിപ്പോവോ, കുട്ടി എന്നെ പോലെ നിറയില്ലാണ്ടാവുമോ, അങ്ങനെ ടെൻഷൻ എനിക്ക് ഉണ്ടായി. പിന്നെ വേറെന്താ പറയണ്ടേ, ഇങ്ങനെ മരണ വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം, മാനസികാവസ്ഥ വല്ലാത്ത. എന്നാൽ നമ്മൾ പിന്നെ അവനെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയുമില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഫോട്ടോ എല്ലാം കാണുമ്പോൾ ന്യൂസിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറ്. കുട്ടികളെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഒറ്റൊരു വാക്കേ പറയാനുള്ളൂ, നിങ്ങൾ വിവാഹം എന്തായാലും വിവാഹം കഴിക്കാതെ നമ്മളെന്തായാലും നിൽക്കില്ല. കല്യാണം എന്തായാലും ഉമ്മയുണ്ട് ഉപ്പ ഉണ്ടെങ്കിലെല്ലാം നമ്മൾ വിവാഹം കഴിപ്പിക്കും. അപ്പോൾ ഒരു കുടുംബം വേണ്ട, അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. പിന്നെ നാളെ നമ്മൾ മരിച്ചു പോയാൽ മക്കൾക്കാരാളെന്ന് ചിന്തിക്കുന്നത്. നമുക്കൊരു കുടുംബം വേണമല്ലോ. കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അതൊരു കുടുംബമാകുന്നുള്ളൂ. ഒരു ശരിക്കുള്ള ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ്, അല്ലാതൊന്നും മക്കളെ ശരിക്കുള്ള ജീവിതമല്ല. അപ്പോൾ ഒറ്റൊരു വാക്കേ പറയാനുള്ളൂ. എൻ്റെ കുടുംബത്തിലുണ്ട്, ഇപ്പോൾ കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള എൻ്റെ കുടുംബത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റൊരു വാക്കേ അവരുടെ അടുത്ത് പറയാനുള്ളൂ. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ 18, 19 വയസ്സിൽ അത് മനസ്സിലാവുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 20, 22 വയസ്സിലുള്ള പെൺകുട്ടികൾ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരാണിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു ദിവസം മതി. പോട്ടെ, ഒരു ദിവസം പിന്നെ അങ്ങനെ പോയി എന്ന് വിചാരിക്കുക. 2 അല്ല 3 അല്ല, ഒരാഴ്ച സമയം കൂട്ടിക്കോ. ഒരാഴ്ച വേണ്ട, ഒരാഴ്ച സമയം കൂട്ടിക്കോ. നമുക്ക് നമ്മളെ കൂടെ കഴിയുന്ന പാർട്ട്ണർ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളെന്താക്കുക,
അതിന് നമ്മൾ പിന്നെ കുറേ കരഞ്ഞിട്ടും തല്ലി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം തന്നെ വേണ്ടാന്ന് വെക്കുക, അതല്ലാതെ വേറെ ഒരു വഴിയില്ല. വേണ്ടാന്ന് വെക്കണം. അല്ല അങ്ങനെ വേണ്ട, എൻ്റെ പിന്നെ അച്ഛനും കഷ്ടപ്പെട്ടു, അമ്മ കഷ്ടപ്പെട്ടു, പിന്നെ എന്നെ കെട്ടിച്ച് വിട്ടു, എനിക്ക് അത്ര സ്വർണം തന്നു, അവരതാക്കി, ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും പെൺകുട്ടികളെ കെട്ടിക്കുന്നത്. പെൺകുട്ടികളില്ലാത്ത വീട്ടുകാർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പത് മനസ്സിലാവില്ല. ഒരു വീട്ടിലൊരു പെണ്ണ് വേണം, എന്നാലേ പിന്നെ പണം ഉണ്ടാക്കുന്നതിനോ പിന്നെ കെട്ടിച്ച് വിടുന്നതിനോ. ഇന്നത്തെ കാലം പിന്നെ സ്വർണവും പൈസയൊന്നും ചോദിച്ച് വാങ്ങുന്നില്ല കേട്ടോ. പക്ഷെ എന്നെ കെട്ടിക്കുന്ന സമയത്ത് സ്വർണം പൈസക്ക് ചോദിച്ചിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഇത്ര ലക്ഷം വേണം, ഇത്ര സ്വർണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒറ്റൊരു കാര്യം പിന്നെ മക്കളെ ചിന്തിക്കുന്നത്, എൻ്റെ അനിയത്തിമാരെ പോലെ നിർത്തിയിട്ട് പറയാം ഞാൻ. ഒരിക്കലും ഉണ്ടല്ലോ നമ്മൾ വേണ്ടാന്ന് തന്നെ വെക്കണം. ആ ബന്ധം നമുക്ക് വേണ്ട. വിവാഹം കഴിഞ്ഞു എന്തപ്പോൾ പിന്നെ ഷഹനയോ എന്താ പേര് പറഞ്ഞാൽ മലപ്പുറത്തുള്ള തന്നെയല്ല അതോ പിന്നെ കറുപ്പിൻ്റെ പേരിൽ ഇതായി അപമാനം സഹിച്ചു സൂയിസൈഡ് ചെയ്ത് പറഞ്ഞു. കുട്ടി മലപ്പുറത്തുള്ള തന്നെയല്ലേ. വേണ്ട. അപ്പോൾ കുട്ടി പറഞ്ഞു 19 വയസ്സിൽ ഞാൻ വിധവയാവൂല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മളെ ജീവിതം നശിച്ച് പോകുന്നതല്ലാണ്ട് ഒരു കാലത്തും നന്നാവില്ല. അപ്പം എന്താക്കുക, നിങ്ങൾ അത് വേണ്ടാന്ന് തന്നെ തീർത്ത് വെക്കുക മക്കളെ. പിന്നെ നമുക്ക് ഇപ്പം ചക്കയെന്നല്ലല്ലോ, ചൂഴ്ന്ന് നോക്കി ഇന്ന് ചക്ക ഇങ്ങനെ കത്തി കൊണ്ടുവന്ന് ചൂഴ്ന്ന് നോക്കിയിട്ട് അത് പഴുത്തിനെങ്കിൽ മാത്രമേ നമ്മളത് മുറിക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ചക്കയെ നമുക്ക് ചൂഴ്ന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. ഒരു അറേഞ്ച്ഡ് മാരേജിൽ ഒരിക്കലും നമുക്ക് ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ല. എൻ്റെ അറേഞ്ച്ഡ് മാരേജ്, എനിക്ക് പിന്നെ ലവ് മാരേജിനോടൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. മക്കളായാലും ശരി പിന്നെ എങ്ങനെയാലും ശരി, എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഒരെനിക്കിന് നല്ലതെന്ന് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. അപ്പോൾ പിന്നെ വല്ലാത്തൊരു വിഷമം വന്ന് രാവിലെയും ന്യൂസ് കണ്ട് ഒരു മുസ്ലിം കുട്ടി തന്നെയല്ലേ കണ്ടപ്പോൾ എനിക്ക് മുസ്ലിം കുട്ടിയെന്ന് തോന്നുന്നു. പിന്നെ അതെല്ലാം കേട്ട് ഞാൻ അതിലുള്ളതെല്ലാം ന്യൂസിലുള്ളതെല്ലാം വല്ലാത്ത വിഷമമായിപ്പോയി കണ്ടപ്പോൾ. നമ്മളിപ്പോൾ വയനാടാണ്. മലപ്പുറം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയുകയാണെങ്കിൽ അവിടെ പിന്നെ നമ്മളെ എൻ്റെ ഉമ്മാൻ്റെ ബന്ധുക്കൾ കുറേ ഉണ്ട് കേട്ടോ മലപ്പുറത്ത്. അവർ ശരിക്കും അഡ്രസ്സ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അല്ലാതെ ഞാൻ അങ്ങനെ വേറെ പോയിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും. പിന്നെ പറയുകയാണെങ്കിൽ വല്ലാത്തൊരു വിഷമം വന്നു ഈ വീഡിയോ കണ്ടപ്പോൾ. എന്താക്കാനാ, അവരെ പൊട്ടൻ ബുദ്ധിയെന്ന് ഞാൻ പറയുള്ളൂ. പൊട്ടൻ ബുദ്ധിക്ക് ഓരോന്ന് തോന്നിയിട്ടാണ് ആ സുന്ദരിയായ പെണ്ണ് വരെ ആ പണി ചെയ്ത് വെച്ചത്. പൊട്ടൻ ബുദ്ധിക്ക് തോന്നിയിട്ട് ചെയ്ത് വെച്ചതാണ്. അവൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം, അതാ വേണ്ടത്. നമ്മൾ നല്ലോണം ജീവിച്ച് തന്നെ കാണിക്കണം. ഇപ്പോൾ മക്കളുണ്ടോ, മക്കളെ കൊണ്ട് തന്നെ ജീവിച്ച് കാണിക്കണം. മക്കളെ പിന്നെ നമുക്ക് പടച്ചവൻ തരുന്നതാ അല്ലേ. നാളെ നമുക്ക് മക്കളായിരിക്കും ഒരു തണലായി എത്തുന്നത്. എന്താക്കാനാ മക്കളെ, ഓരോ നേരം വെളുത്താൽ ഇതാ കേൾക്കുന്നത്. അവിടെ മരിച്ച് ഇവിടെ മരിച്ച്, അപ്പുറം പോയി അവിടെ കൊന്നു ആ കുട്ടീനെ കൊന്നത്. അത് ഞാൻ ഉറങ്ങിയിട്ടില്ല കുറച്ച് ദിവസം. ആ കുട്ടീനെ ചെയ്തത് അതിലൊരു തള്ളയാണോ? ഒരു തള്ള. ഞാനൊരു 2 കുട്ടികളെ പ്രസവിച്ചൊരു ഉമ്മയാണ് ഞാൻ. വല്ലാത്തൊരവസ്ഥയായി പോയി ഓരോന്ന് കേട്ടിട്ട്. എന്താക്കാനെല്ലാം നമ്മൾ ഒരു മോശം ബുദ്ധി എന്ന് വേണം പറയാൻ. മോശം ബുദ്ധിക്ക് നമ്മൾ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. മക്കളെ, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. അള്ളാഹ് തന്ന ജീവൻ അള്ളാഹ് തന്നെ എടുക്കട്ടെ.